അരച്ചൂട്ടിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, 2 തക്കാളി. അപ്പോൾ ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. തക്കാളി ഇങ്ങനെ തന്നെ ചെറുതാക്കി അരിയണമെന്നില്ല, നമുക്ക് പാത്രത്തിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ തന്നെ അങ്ങ് അരിഞ്ഞെടുക്കാം. തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചട്ടിക്കകത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഒരു പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് ഒരെണ്ണമുള്ളത് ബാക്കി അരയ്ക്കുമ്പോൾ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെന്ത് വന്നല്ല, ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുപ്പത്ത് വയ്ക്കും. അതുകൊണ്ട് വേപ്പിലയും കൂടി നമുക്കങ്ങ് ഇട്ട് കൊടുത്തിട്ട് മൂടി വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കണുണ്ട്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഗ്ലൂബിപ്പുളിയാണ്. ഇതും കൂടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത്, എന്ന് വെച്ചാൽ ചിലപ്പോൾ തക്കാളിക്ക് പുളി കുറവായിരിക്കും, അതിന് 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പം ഇത് മതിയാകും. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ശകലം മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ മഞ്ഞളുണ്ടായിരുന്നു, അതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വേപ്പില, ഒരു പച്ചമുളക്. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു, ആ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടത് കൊണ്ടാണ് കുറച്ച് മഞ്ഞൾ ചേർത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന്, ഒത്തിരി ചൂടൊന്നും വേണ്ട, തിളക്കരുത്, ആ പരുവത്തിൽ നമ്മൾ എടുക്കുക. വെള്ളമൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. വെള്ളം കുറവ് മതിയെങ്കിലും കൂടുതൽ വേണമെങ്കിലും ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് മതി വെള്ളം. ഇതിപ്പോൾ നമ്മുടെ തന്നെ മുരിങ്ങക്കോലും നമ്മുടെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ വേപ്പില എല്ലാം നമ്മളുടെ തന്നെയാണ് കേട്ടോ. ഇന്നലെ കുറേ മുരിങ്ങക്കോല് പറിച്ചായിരുന്നു. അപ്പം എല്ലാവർക്കും കൊടുത്തു തന്നിട്ട് ആ മുരിങ്ങക്കോലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും നാടൻ മുരിങ്ങക്കോലാകുമ്പോൾ. നമുക്കൊന്ന് ഉപ്പ് നോക്കിയേക്കാം. ഒരു ശകലം കൂടി ഉപ്പ് വേണം. പുളിയൊക്കെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് തിളയ്ക്കാതിരിക്കും. ഇതിപ്പോൾ നിസ്സാരമായൊരു കറിയാണ്. എത്ര അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഈ പിള്ളേർക്കൊന്നും ഇപ്പോൾ ഒന്നും തന്നെ അറിയാൻ പാടില്ല. അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി തന്നെ ഇറക്കി വെക്കാം. എന്നിട്ട് കടുക് താളിക്കാം. തീയപ്പം ഞാൻ കുറച്ച് തന്നെ വെച്ചിരുന്നത്. വെക്കണമെങ്കിൽ ഇത് ചരിഞ്ഞിരിക്കുള്ളൂ. എന്തെങ്കിലും ഒരു തട നമുക്ക് കൊടുക്കാം. ഞാൻ സാധാരണ ചിരട്ട എടുത്താണ് വെക്കുന്നത്. പാത്രം ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ശകലം കുറച്ച് മാത്രം ഉലുവ ചേർക്കുന്നുണ്ട്. അതൊരു നല്ല ടേസ്റ്റാണ് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഉലുവ ചേർക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ
കടുകും കൂടി ഇട്ട് കൊടുത്തേക്കാം. തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, അതാണ് കടുകൊക്കെ പൊട്ടാനൊരു താമസം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. വേപ്പില, അതുപോലെ തന്നെ മുളക്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതൊന്ന് നമുക്ക് ഇളക്കി എല്ലായിടത്തും ആക്കിയിട്ട് പിന്നെ മൂടി വെച്ചേക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഈ അരച്ചൂട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി വേണം.